അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തതരം പഴവർഗ്ഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന കെന്നാസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ കാറ്റസ് ഫ്രൂട്ടാണ്, കള്ളിമുൾ ചെടിയിൽ നിന്നുണ്ടാകുന്ന കാറ്റസ് ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് ഇത്തരം വീഡിയോസും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടുത്തെ മാർക്കറ്റിൽ നിന്നും മേടിച്ച ഒന്നാണ്. നമുക്കിവിടെ വരുന്നത് ഇത് മെക്സിക്കോയിൽ നിന്നാണ് നമുക്ക് സാധാരണ ഇത് വരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പം നല്ല പുറമേ നല്ല മുള്ളുള്ള ഒരു ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട്. പക്ഷേ ഇപ്പം നമുക്കിത് പിടിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഇത് കടയിൽ ഇങ്ങനെ അവരെല്ലാം മുള്ളുമൊക്കെ കട്ട് ചെയ്തിട്ടാണ് ശരിക്കും വരുന്നത് കൊണ്ടാണ് നമുക്കിത് പിടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കിതിനകത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മുള്ളുകൾ വരെയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ നിങ്ങൾ പോയി പറിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ശരിക്കും സൂക്ഷിച്ച് പറിക്കണം. ഗ്ലൗസ് ഇടുകയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൂട്ടി പിടിക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നല്ല രീതിയിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഞാൻ ഈ ഫ്രൂട്ട് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചും കൂടെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് സാധാരണ ഞാൻ കണ്ടേക്കുന്നത് ഈ രീതിയിലാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഇത് കാര്യം സിമ്പിളാണ്. കാര്യം പറഞ്ഞാൽ അതെ, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പോലെ തോന്നും. എന്തായാലും നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു പോകണം. ഇതിനകത്ത് ചെറിയ ചെറിയ കുരുക്കളുണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള കുരുക്കളുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. കുരുക്കൾ കണ്ടമാനമുണ്ട് ഇതിനകത്ത് അത്യാവശ്യം. എന്നാൽ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു കുരുക്കൾ പോലത്തൊരു കുരുക്കളാണ് തോന്നുന്നത് കഴിക്കുമ്പോൾ. പക്ഷേ വിഴുങ്ങാവുന്നതേ ഉള്ളൂ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുരുക്കളൊന്നുമില്ല. മധുരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരമുണ്ട്, എന്നാൽ ഇതൊരു ഓവർ മധുരമായിട്ടൊന്നുമില്ല. പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു വ്യത്യസ്ത ടേസ്റ്റ്, അതാണ് എനിക്ക് ഫീലായത്. നമുക്ക് ഓർണം കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ പേരക്കയുടെയൊക്കെ കുരു ഉള്ള ചില പേരക്കയില്ല നാട്ടിലെ പഴയത്, അപ്പം ആ ഒരു ഫീലാണ് എനിക്ക് കുരുവിൻ്റെ കാര്യത്തിൽ തോന്നുന്നത്. പക്ഷെ എന്താ, ഒരു പപ്പായയൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ. നമ്മൾ പഴുത്ത പപ്പായ അല്ല, പഴുക്കാത്തൊരു പപ്പായ, അതിനകത്തൊരു കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഈ ഒരു ഫ്രൂട്ട്. നമുക്ക് ഇത് വിറ്റാമിൻ പരമായിട്ട് ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ സാധനം. എന്തായാലും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ കാറ്റസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.